അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340ഉം ഇതിലെ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95ഉമായാൽ ശ്രേണിയിലെ ആദ്യ പദം ഏത്? ഓപ്ഷൻ ഉണ്ട് 34, 17, 7, 10. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. അപ്പോൾ ആദ്യം 10 പദങ്ങളുടെ തുകയ്ക്കുള്ള ഒരു ഇക്വേഷൻ എഴുതും, പിന്നെ 5 പദങ്ങളുടെ തുകയുടെ ഇക്വേഷൻ എഴുതും. ഇത് തമ്മിൽ ആഡോ സബ്സ്ട്രാക്റ്റോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ എയോ ഡിയോ ഒക്കെ കണ്ടെത്തും. ഒന്നുകിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ഡി ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് ആദ്യം കണ്ടെത്തും. എന്നിട്ട് ആ വാല്യൂ ഈ ഇക്വേഷനിലോ ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത്തത് കണ്ടെത്തും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാൻ എന്താണ് ഇക്വേഷൻ? സമ്മിന്റെ ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. അപ്പോൾ ഇത് 10 ആയതുകൊണ്ട് 10/2 ഇൻറ്റു 2a പ്ലസ് 9d. ഇവിടെ 10 ഇട്ട് കൊടുത്താൽ 10 മൈനസ് 1 9, 9d. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? അത് 340 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ താഴെയുള്ള 2 മേലെ വരും, ഈ 10 മേലെയുള്ളത് ഇവിടെ താഴെ വരും. അപ്പൊ 10ഉം ഈ 340ലെ 0 തമ്മിൽ വെട്ടാം. അപ്പൊ ഈക്വൽ ടു 34 ഇൻറ്റു 2 68. എന്താണ് ഇവിടെ ബാക്കിയുള്ളത്? 2a പ്ലസ് 9d ആണ്. അത് ഈക്വൽ ടു 68. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് പറഞ്ഞു 5 പദങ്ങളുടെ തുക 95. അപ്പൊ ഇതേപോലെ തന്നെ 5 പദങ്ങളാവുമ്പോൾ 5/2 ഇൻറ്റു 2a പ്ലസ് 4d. ഇവിടെ 5 ഇട്ട് കൊടുക്കുമ്പോൾ 5 മൈനസ് 1 4d ഈക്വൽ ടു 95 ആണെന്ന് തന്നിട്ടുണ്ട്. നേരെ ചെയ്തതുപോലെ തന്നെ ഈ 2 ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ താഴെയുള്ള 2 നേരെ വരും, ഇൻറ്റു 2 ആവും. ഈ 5 താഴെ വരും, ഇവിടെ 5 ആവും. 5ഉം 95ഉം തമ്മിൽ വെട്ടുമ്പോൾ 19, 19 ഇൻറ്റു 2 38. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന് ആദ്യം ചെയ്തത് വെച്ചിട്ട് 2a പ്ലസ് 9d ഈക്വൽ ടു 68 എന്ന് കിട്ടി. താഴെ 2a പ്ലസ് 4d ഈക്വൽ ടു 38 എന്ന് കിട്ടി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്നും കിട്ടി, രണ്ടും കിട്ടി. ഇനി ഒന്നിൽ നിന്ന് 2 കുറയ്ക്കുക, അല്ലെങ്കിൽ 2ൽ നിന്ന് 1 കുറയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതൊന്നും ഇത് 2ഉമാണ്. അപ്പൊ 1ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് പറ്റും? ഇവിടെ 2a ഉണ്ട്, ഇവിടെ 2a ഉണ്ട്. കുറയ്ക്കുന്ന സമയത്ത് അത് രണ്ടും തമ്മിൽ കട്ടായി പോകും. ഇനി 9dയിൽ നിന്ന് 4d പോയാൽ ബാക്കി 5d ഈക്വൽ ടു 68ൽ നിന്ന് 38 പോയാൽ ബാക്കി 30. 5d ഈക്വൽ ടു 30, d ഈക്വൽ ടു 30/5 ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പൊ d എത്ര കിട്ടി? 6 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ d കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ d എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, താഴെ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. നമുക്ക് താഴത്തെ ഇക്വേഷൻ എടുക്കാം, അതാണ് ചെറുത്. അത് 2a പ്ലസ് 4d ഈക്വൽ ടു 38 എന്നുണ്ട്. നമ്മൾ d എത്രയാണെന്ന് കണ്ടെത്തി? 6 ആണെന്ന് കണ്ടെത്തി. അപ്പൊ 4dയുടെ സ്ഥാനത്ത് ഡിക്ക് 6 ഇട്ട് കൊടുത്താൽ 4 ഇൻറ്റു 6 24. 2a പ്ലസ് 24 ഈക്വൽ ടു 38. ഈ 2a അവിടെ വെക്കുന്നു, 24നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, മൈനസ് 24 ആവുന്നു. 2a ഈക്വൽ ടു 38 മൈനസ് 24, അതായത് 14. a ഈക്വൽ ടു 14/2. ഇവിടെയുള്ള 2 പുറത്തേക്ക് വരുമ്പോൾ ബൈ 2 ആവുന്നു. 14/2 ഈക്വൽ ടു 7. a എത്രയാണെന്ന് കിട്ടി? 7 ആണെന്ന് കിട്ടി. ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നോർമലി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി 7.